ജയിലിൽ ഇത്രയും സ്വാധീനമുള്ള ഒരു തടവുകാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. പല്ലു തേക്കാനും കുളിക്കാനും വരെ അവനു സ്വന്തം ആളുകൾ സേവനം ചെയ്തിരുന്നു. പക്ഷേ ഒരു ദിവസം അവൻ ഒരു ദിവസത്തെ പരോൾ ലഭിച്ചു. അതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടെ കൂടെയുണ്ടായിരുന്ന പുതിയ പോലീസുകാരൻ അവന്റെ കൃത്രിമ കാലിനെ കളിയാക്കി. അവൻ ആരെയാണ് പ്രകോപിപ്പിച്ചതെന്ന് ആ പോലീസുകാരൻ അറിയില്ലായിരുന്നു. അവസരം കിട്ടിയതും തടവുകാരൻ അവനെ കൊലപ്പെടുത്തി. ഡ്രൈവറെയും വെടിവെച്ചതോടെ വാഹനം നിയന്ത്രണം വിട്ട അപകടത്തിൽപ്പെട്ടു. അവൻ ഉടൻ തന്നെ ജയിലിന്റെ വസ്ത്രം മാറ്റി റോഡിലേക്ക് ഓടി. സഹായിക്കാനായി നിർത്തിയ ഒരാളുടെ കാറും തോക്കു ചൂണ്ടി തട്ടിയെടുത്തു. ഇനി അവൻ പൂർണ്ണമായും സ്വതന്ത്രൻ. പോലീസ് പിന്തുടരുന്നതിനിടെ അവൻ 2 മെഡിക്കൽ ജീവനക്കാരെ കൊന്ന് അവരുടെ ആംബുലൻസ് കൈക്കലാക്കി. പിന്നീടൊരു നൈറ്റ് ക്ലബ്ബിലെത്തി ഒരു സ്ത്രീയെ വലയിലാക്കി. എന്നാൽ അവളെയും കൊലപ്പെടുത്താതെ അവളുടെ മോതിരം മാത്രം തട്ടിയെടുത്ത് അവൻ രക്ഷപ്പെട്ടു. പക്ഷേ അവന്റെ ലക്ഷ്യം പണമോ രക്ഷപ്പെടലോ മാത്രമായിരുന്നില്ല. പഴയ ഒരു വഞ്ചനയ്ക്ക് പ്രതികാരം ചെയ്യാൻ അവൻ ഒരാളുടെ വീട്ടിലെത്തി. പോലീസ് എത്തുമ്പോഴേക്കും അവിടെയുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം മറ്റൊരാളെ തട്ടിക്കൊണ്ടുപോയി ഒരു കല്ലു ഫാക്ടറിയിലെ അപകടകരമായ യന്ത്രത്തിലേക്ക് തള്ളിയിട്ടു. പോലീസ് എത്തി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ വീണ്ടും രക്ഷപ്പെട്ടു. ഒടുവിൽ ഒരു ആശുപത്രിയിലെത്തിയ അവൻ ഒരു പ്രത്യേക രോഗിയെ തേടി അകത്തു കയറി. പക്ഷേ ഇത്തവണ പോലീസ് നേരത്തെ തന്നെ അവനെ കാത്തുനിന്നിരുന്നു.